മംഗലാപുരം വിമാന ദുരന്തമുണ്ടായിട്ട് ഒരു വർഷം തികയുന്നു. 2010 മെയ് 22-നാണ് മംഗലാപുരം വെജിപ്പയിൽ എയർ ഇന്ത്യ വിമാനം കത്തിയമർന്നത്. ദുരന്തത്തിൻ്റെ ഇരകളോട് പക്ഷേ ഭരണകൂടം നീതി കാട്ടിയില്ല. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാര തുക ഇതുവരെ പൂർണ്ണമായി വിതരണം ചെയ്തിട്ടില്ല. രക്ഷപ്പെട്ടവർക്കുള്ള ജോലി വാഗ്ദാനവും പാലിച്ചില്ല. ദുരന്തം ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചു. ദുരിതം തീരുന്നില്ല. ദുബായിൽ നിന്ന് 166 പേരുമായി പുറപ്പെട്ടതായിരുന്നു എയർ ഇന്ത്യയുടെ ബോയിങ് 737 വിമാനം. കൃത്യസമയത്ത് തന്നെ മംഗലാപുരം എയർപോർട്ടിലെത്തി. റൺവേയുടെ അവസാന ഭാഗത്ത് ലാൻഡിങ്ങിന് ശ്രമിച്ച് മലഞ്ചെരിവിലേക്ക് കുത്തിയിറങ്ങി. നിമിഷങ്ങൾക്കകം രാജ്യം ആ ദുരന്ത വാർത്ത കേട്ടു. കെഞ്ചാർ താഴ്വരയിൽ എയർ ഇന്ത്യ വിമാനം കത്തിച്ചാമ്പലായിരിക്കുന്നു. ഇവിടെയാണ് അപകടം നടന്ന സ്ഥലം. ഈ കുന്നിൻ ഏകദേശം അവിടെയാണ് വെജിപ്പ വിമാനത്താവളം വരുന്നത്. അവിടെ നിന്ന് കിലോമീറ്ററുകൾ ദൂരമുള്ള ഈ കുന്നിൻ ചെരുവിലാണ് വിമാനം പതിച്ചിരിക്കുന്നത്. തൊട്ട് തന്നെ എൻ്റെ ക്യാമറയ്ക്ക് ഏകദേശം എതിർവശത്തായിരിക്കുന്ന പ്രദേശത്ത് കൂടിയാണ് വിമാനം നിയന്ത്രണം വിട്ട് റൺവേയിൽ നിന്ന് തെന്നി മാറി ദിശ മാറി വിമാനം വന്നത്. ഈ പ്രദേശത്ത് നിന്ന് വിമാനം മലയുടെ താഴ്വാരത്ത് കൂടി ഇങ്ങനെ തെന്നി മാറി താഴോട്ട് വരികയായിരുന്നു. ഇവിടെ ടാറിംഗ് റോഡുണ്ട്. ഈ ചെറിയ ഇടുങ്ങിയ റോഡാണിത്. ആ റോഡിൽ നിന്ന് താഴോട്ടുള്ള പ്രദേശത്തേക്കാണ്. ഇവിടെ മരങ്ങളായിരുന്നു, യൂക്കാലി പോലുള്ള മരങ്ങളും ഒപ്പം തന്നെ ചെറിയ പനകളും കുറ്റിക്കാടുകളും തുടങ്ങി ഏകദേശം ഒരു വനപ്രദേശത്തിൻ്റെ പ്രതീതി ഉള്ളതാണ് ഈ സ്ഥലം. ഈ സ്ഥലത്തിന് തൊട്ടു താഴെ വയലുണ്ട്. ഏകദേശം ഈ ഭാഗത്തിൻ്റെ ഇവിടെ ഈ മധ്യത്തായാണ് വിമാനം ഇതുവഴി ഇങ്ങനെ തെന്നി താഴോട്ട് വന്നത്. ഇവിടെ വിമാനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തീ പിടിച്ചിരുന്നുവെന്നാണ് നേരത്തെ ദൃക്സാക്ഷികൾ നമുക്ക് നൽകിയിരുന്ന വിവരം. അങ്ങനെയെങ്കിൽ വിമാനം ഇവിടെ എത്തുമ്പോഴേക്കും വിമാനം പൂർണ്ണമായും കത്തിയിരുന്നു. ഇവിടെയുള്ള പനകളും ഒപ്പം തന്നെ മറ്റു മരങ്ങളുമെല്ലാം തീപിടുത്തത്തിൽ കൂടെ നശിച്ചതായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും. നമ്മളിവിടെ എത്തുമ്പോൾ കത്തിക്കരിഞ്ഞ ശരീരങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഹൃദയഭേദകമായിരുന്നു കാഴ്ച. പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ കത്തിക്കരിഞ്ഞ ശരീരങ്ങൾ ഇവിടെ നിന്നും രക്ഷാപ്രവർത്തകരും നാട്ടുകാരും മാറ്റുന്ന കാഴ്ചയായിരുന്നു. Bangalore immediately. Right, and by when do you suppose you reach, and what is I the think kind of... maybe by about 1:32 I'll be reaching Bombay. I mean Mangalore. 32 സ്ത്രീകളും 19 കുട്ടികളും 4 കൈക്കുഞ്ഞുങ്ങളുമടക്കം 158 പേർ മരിച്ചു. ഇതിൽ 60 മലയാളികൾ. പൈലറ്റ് സെർബിയക്കാരൻ സെഡ് ഗ്ലൂസിഗയും സഹ പൈലറ്റ് AS അലിവാലിയയും വിമാനത്തിലെ മറ്റ് ജീവനക്കാരും കൊല്ലപ്പെട്ടു. വിമാനം കാട്ടിൽ വീണ് പൊട്ടിത്തകർന്നപ്പോൾ പുറത്തേക്ക് തെറിച്ചുപോയവർക്ക് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. നിമിഷാർദ്ധത്തിനുള്ളിൽ ഒരു നിലവിളിയോടെ എല്ലാം എരിഞ്ഞടങ്ങി. മകളെയും പേരക്കുട്ടിയെയും സ്വീകരിക്കാൻ എയർപോർട്ടിലേക്ക് പോകുമ്പോഴാണ് കാസർഗോഡ് പള്ളത്തെ മെഹമ്മൂദ് വിമാനം കത്തിയേരിയുന്ന കാഴ്ച കാണുന്നത്. ഒരു നിമിഷം അദ്ദേഹത്തിന് ചങ്കിടിച്ചു. പിന്നെ ഉണ്ടായത് മെഹമ്മൂദ് തന്നെ പറയും. ജസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് മുമ്പ് ഇങ്ങനെ കുറച്ച് ആൾക്കാർ റോഡ് സൈഡിൽ നിൽക്കുന്ന നോക്കുന്നുണ്ട് മുകളിലോട്ട്. ഞാൻ ചോദിച്ചു എന്ത് സംഭവിച്ചതെന്ന്. അവർ പറഞ്ഞ് ദുബായിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് കത്തിയിട്ട് വീണിട്ടുണ്ട്, സംഭവം അങ്ങനെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആളി കത്തുന്നുണ്ട്, ഇങ്ങനെ ഭയങ്കര ഹ്യൂജ് പുകയായിട്ട് ഭയങ്കര കത്തുന്നുണ്ട്. അപ്പം എന്നെ ആകെ ഒന്ന് ഇതായി. ഞാൻ എൻ്റെ കൂടെ എൻ്റെ മകനുണ്ടായിരുന്നു, പിന്നെ മകളെ മദറിനിലോ ഉണ്ടായിരുന്നു കൂടെ. എന്നിട്ട് ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോയി അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ചെല്ലുമ്പോൾ ആരുമില്ല. അവിടെ ശരിക്കുള്ള ഒരു റിപ്ലൈ കിട്ടുന്നില്ല, ഒരാളുമില്ല.
അതോറിറ്റീസിൽ പെട്ട ഒരാളും അവിടെ കാണുന്നില്ല. ചോദിച്ചാൽ പരസ്പര വിരുദ്ധമായ മറുപടിയാണ് തരുന്നത്. അതിന് എന്താക്കേണ്ടതെന്നല്ല, ആ ഒരു നിമിഷം എന്താക്കേണ്ടതെന്ന് അറിയില്ല. അപ്പം ടാക്സി ഡ്രൈവേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു, അവരോട് ചോദിച്ചു എന്ത് സംഭവിച്ചതെന്ന്. അവരെല്ലാം പറഞ്ഞ് കറക്റ്റ് ലാൻഡായിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ടുണ്ട്, പിന്നെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല എന്ന് പറഞ്ഞ്. ഈ ലാൻഡായി നോക്കിയ കുറേ ഡ്രൈവേഴ്സ് എല്ലാം ഉണ്ട്, ടാക്സി ഡ്രൈവേഴ്സ് എല്ലാം കുറച്ച് ആൾക്ക് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആ സൈറ്റിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് തിരിച്ച് അവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ബാരിക്കേഡെല്ലാം വെച്ച് ബന്ധാക്കിയിട്ടുണ്ട്, പോകാൻ പെടുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, അവരങ്ങോട്ട് ചെല്ലാനും വിടുന്നില്ല. പിന്നെ കുറച്ച് ഒരാൾ പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകുന്നു പറഞ്ഞ്, ഏത് ഹോസ്പിറ്റലൊന്നും പോകുന്നു പറയുന്നില്ല. ഓരോ ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പാച്ചിലായിരുന്നു. ഏജിൽ പോകുമ്പോൾ പറയുന്നത് അവിടെ നിന്ന് ഇവിടെ ഇല്ല, എത്തിയിട്ടില്ല, ഫാദർ മുല്ലസിൽ പോകണമെന്ന്. അവിടെ ചെല്ലുമ്പോൾ പറയുന്നത് വെൻലോക്കിൽ പോകണമെന്ന്. ഇങ്ങനെ അവിടെ ചെല്ലുമ്പോൾ പറയുന്നത് യൂണിറ്റിയിൽ പോകണമെന്ന്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഭയങ്കര ഇതായിരുന്നത്. ആ ഒരു രംഗം ഉണ്ടല്ലോ, ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഇപ്പോൾ. അത് ആ ഒരു ഇത് അങ്ങോട്ടും ഇങ്ങനെയുള്ള ആ ഒരു പാച്ചലുണ്ടല്ലോ, അത് ലാസ്റ്റ് ഒരാൾ പറഞ്ഞ് ഒരു ജസ്റ്റ് ഒന്ന് DC ഓഫീസിൽ പോകുന്നു പറഞ്ഞ് അവിടെ നിന്ന് കറക്റ്റ് റിപ്പോർട്ട് കിട്ടുന്നു. അവസാനം അവിടെ ചെന്നിട്ടാകുമ്പോൾ ഒരു പോലീസുകാരന് ലിസ്റ്റ് തന്നു. എന്തായി സാറെന്ന് ചോദിച്ച് കന്നഡത്തിൽ അവർ ലിസ്റ്റ് കാണിച്ചു, ഒന്നും പറയുന്നില്ല. ലിസ്റ്റ് നോക്കുമ്പോൾ 158 ആളെ പേരുണ്ട് അതിൽ. എൻ്റെ മകളുണ്ട്, മകനുണ്ട്, 2 സിസ്റ്റർ ഇൻ ലോസ് ഉണ്ടായിരുന്നു, അവരുമുണ്ട്, എല്ലാ പേരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡെത്താന്ന് ചോദിച്ചു ഞാൻ. അതെ, ഈ 158 ഡെത്ത് എന്ന് പറഞ്ഞു. പിന്നെ എല്ലാ പ്രതീക്ഷയും തകർന്ന് അന്നേരം ആകെ കംപ്ലീറ്റ് നില തെറ്റിപ്പോയി. അന്നേരം സഹിക്കാൻ പറ്റിയില്ല. അത് ഷുവറായില്ലേ, രക്ഷപ്പെടാനുള്ള യാതൊരു വഴിയുമില്ല. പിന്നെ അവിടെ നിന്ന് പോയി വീട്ടിലേക്ക് തിരിച്ച് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട നേരം എൻ്റെ കൂടെ മകളുടെ ഫാദറിലും ഉണ്ടായിരുന്നു. അയാൾ അൺകോൺഷ്യസ് ആയി അവിടെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടിട്ട് എനിക്കെന്തോ ദൈവം നല്ലൊരു കരുത്ത് തന്നു. ആ സമയത്ത് എൻ്റെ നില തെറ്റിയില്ല. ഈ കുന്നിൻ മുകളിൽ കാണുന്നതാണ് മംഗലാപുരം വെജിപ്പെ വിമാനത്താവളം. താഴെ കെഞ്ചാർ താഴ്വര. വിമാനത്താവളത്തിൽ നിന്ന് ഈ താഴ്വരയിലേക്കാണ് വിമാനം കത്തിയമർന്നു വീണത്. ഏകദേശം ആ സ്ഥലത്ത് വെച്ച് സ്ഫോടനം സംഭവിച്ചു. ദുരന്തമറിഞ്ഞ് ഞങ്ങളിവിടെ എത്തുമ്പോൾ വലിയ തീഗോളമാണ് കണ്ടത്. ഈ പ്രദേശമാകെ തീയും പുകയും, കത്തിക്കരിഞ്ഞ ശരീരങ്ങളുടെ മണം, കൂട്ടനിലവിളികൾ, പകച്ചു നിൽക്കുന്ന രക്ഷാപ്രവർത്തകർ. ഫയർഫോഴ്സ് എത്തി തീ അണച്ച ശേഷമാണ് എന്തെങ്കിലും ചെയ്യാനായത്. ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കത്തിക്കരിഞ്ഞ ശരീരങ്ങൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ജീവൻ്റെ ഒരു തരി പോലും കണ്ടില്ല. മൃതദേഹം പുറത്തെടുക്കാൻ മാത്രം രക്ഷാപ്രവർത്തകർ നിയോഗിക്കപ്പെട്ടു. ഉറ്റവരുടെ തേങ്ങലുകൾ വിലാപമായി. വിമാനം കത്തിയമർന്ന ദുരന്തഭൂമി. ഇപ്പോൾ ശ്മശാനമൂകമാണിവിടം. ചീവീടുകളുടെ ശബ്ദം പോലും പേടിപ്പെടുത്തും. തകർന്നു വീണ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ നേരത്തെ തന്നെ നീക്കം ചെയ്തതാണ്. പിന്നെ അവശേഷിച്ചതെല്ലാം മണ്ണിൽ ലയിച്ചു.